മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 575 പുരുഷ വോട്ടർമാരും 680 സ്ത്രീ വോട്ടർമാരും അടക്കം 1255 വോട്ടർമാരുള്ള 13ാം വാർഡായ ഗാന്ധിഗ്രാം വാർഡ് ജനറൽ വിഭാഗത്തിൽ പെടുന്നു. വടക്ക് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും രണ്ടാമത്തെ ബൈലൈൻ മുതൽ കിഴക്കോട്ട് ആസാദ് റോഡ് വഴി കൊട്ടിലങ്ങപ്പാടം റോഡ് ആരംഭിക്കുന്നതുവരെയും, കിഴക്ക് കൊട്ടിലങ്ങപ്പാടം വഴി ഗാന്ധിഗ്രാം തുറവൻകാട് റോഡ് വഴി ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് വരെയും, തെക്ക് ഗാന്ധിഗ്രാം തുറവൻകാട് റോഡ് മുതൽ കോമ്പാറക്കാരൻ മൂല വഴി ഗാന്ധിഗ്രാം സൗത്ത് റോഡ് വഴി പാറക്കുളം റോഡ് കലുങ്കു വഴി, വടക്ക് തോട് വഴി ഉദയ പ്രൊവിൻഷ്യൽ വഴി ബ്രദർ മിഷൻ റോഡ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡ് മാരാത്ത് ലൈൻ വരെയും, പടിഞ്ഞാറ് മാരാത്ത് ലൈൻ ക്രൈസ്റ്റ് കോളേജ് റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി കുര്യൻ ജോസഫ്, NDA സ്ഥാനാർത്ഥിയായി ലിഷോൺ ജോസ്, LDF സ്ഥാനാർത്ഥിയായി ശ്രീജിത്ത് മച്ചാട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിജോ ജോസ് എന്നിവരാണ് ജനവിധി തേടുന്നത്. ചില പോരായ്മകളൊക്കെ ഉണ്ട്. പ്രതീക്ഷ പാറക്കുളം റോഡൊക്കെ വളരെ മോശമാണ്. അത് 2 ബൗണ്ടറി വാർഡായിരുന്നു. അത് 2 വാർഡിലത്തെയും കൗൺസിലർമാരോട് വളരെ ഞാൻ ആവശ്യപ്പെട്ട എസ്റ്റിമേറ്റ് തുക വരുമ്പോൾ നിങ്ങൾ പകുതി എടുക്കണമെന്ന് പറഞ്ഞു. എങ്കിലും 2 പേരും അതിന് സഹകരിച്ചില്ല. ഒരാൾ 2 കൂട്ടരും ഒരു കുഴപ്പമില്ലാത്ത റോഡുകൾ റീടാർ ചെയ്യുകയുണ്ടായി. അതുകൊടുത്ത് ഞങ്ങൾക്കറിയാം. അംബിയ ഗിരീഷ് കുമാർ 2010 ഇതേ സംഭവം ഉണ്ടായിരുന്നു. അന്നും ആ വാർഡിലെ കൗൺസിലറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സഹകരിച്ചില്ല. അംബിക ഗിരീഷ് കുമാറാണ് ഫുള്ള് ആ പാറക്കുളം റോഡ് റീടാർ ചെയ്തത്. അതിനുശേഷം അതിലൊരു മെയിൻ്റനൻസ് നടന്നിട്ടില്ല. അതും തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാനത് ഈ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് പാറക്കുളം റോഡ്. നഗരസഭ ഭരണം കുഴപ്പമുണ്ടായില്ല. ഞാൻ നേരത്തെ അതിൻ്റെ ആ പോരായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചു. റോഡിൻ്റെ പ്രശ്നം അത് തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഭൂരിപക്ഷമില്ലാത്ത പ്രശ്നം പറയുന്നുണ്ട്. എങ്കിലും ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുമ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് അതിനെ അധികം ബാധിക്കേണ്ടി വന്നു. അങ്ങനെ ബാധിച്ചില്ല. എല്ലാവരുമായിട്ട് സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിച്ചു. ജവഹർ കോളനി ആ പ്രദേശത്ത് കുറേ വികസനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അവിടെ മഴക്കാലം ആകുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അത് കുറേയൊക്കെ ഞാനുള്ള സമയത്ത് പരിഹരിച്ചിട്ടുണ്ട്. അത് ശാശ്വതമായി ആ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അത് തീർച്ചയായും നടപ്പിലാക്കും. ഈ അടുത്ത വർഷക്കാലം വരുന്നതിന് മുന്നേ അത് ഞാൻ തീർച്ചയായും ചെയ്യും. ആ വെള്ളം കയറുന്ന പ്രശ്നം അതോടുകൂടി ശാശ്വതമായി മാറ്റി കളയും. അതിനെനിക്ക് അതിനുള്ള സമയങ്ങൾ ഞാൻ ചെയ്തിരുന്നു കുറച്ചൊക്കെ. പിന്നെ എൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ തുടർന്നും അത് പൂർത്തീകരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ട് ഇതുവരെ ചെയ്യാത്ത മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും. കാരണം ഇന്ന് വരെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ പിന്നെ നമ്മൾ അറിയാപ്പോൾ ഫ്ലാറ്റിൻ്റെ അവസ്ഥയിൽ വന്നപ്പോൾ അറിയാം. ഇവരെ സെപ്റ്റിക് ടാങ്കുകൾ ക്ലീനിങ് നോക്കിയ തോടുകൾ ഇത്രയും കൊല്ലമായിട്ട് 25 കൊല്ലമായിട്ട് ഭരിക്കുന്ന കോൺഗ്രസ് ഇതൊന്നും കാണുന്നില്ലേ? അത് ചോദിക്കേണ്ട ചോദ്യം അതാ. കാരണം അതുപോലെ എത്ര നാളെ ഇവർക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ട് ഒരു മെയിൻ്റെനൻസ് ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ട നമ്മളിവിടെ വന്ന് കാണുമ്പോഴാണ് ഇവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവണേ. 25 കൊല്ലം 20 കൊല്ലം മുമ്പാണ് ഇവർക്ക് ഓരോ ഫ്ലാറ്റുകൾ കൊടുത്തത്. ഇപ്പോൾ അവർക്ക് പിള്ളേരുകളായി വലുതായി. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടി നമ്മൾ കൂട്ടി കൊടുക്കണം. അതിന് ഒരു പരിഹാരം ഇതുവരെ മുനിസിപ്പാലിറ്റി ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ വലിയ മാറ്റം നമ്മൾ കൊണ്ടുവരുന്ന കാര്യം ഗ്യാരണ്ടി. കാരണം ഇത് ഈ തോടൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അമൃത് പദ്ധതിയിലൂടെ നമ്മൾ അത്രയും രീതിയിൽ ജലജീവൻ പദ്ധതി വെള്ളത്തിനൊക്കെ അത്രയും നമ്മൾ കാണണം. വെള്ളത്തിൻ്റെ വാല്യൂ നമ്മൾ കാണണം. ക്ലീൻനെസ് അതായിരിക്കണം സ്വപ്നം. നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഷുവർ റെഡി കൊല്ലം നമ്മൾ ഭരിക്കും. നമ്മൾ ഹൈടെക് ഇരിഞ്ഞാലക്കുടയാണ് നമ്മുടെ സ്വപ്നം കാണുന്നത്. ഈ മാറി ഭരിക്കണം. അത് 2 കൊല്ലം ഒരാൾ, 2 കൊല്ലം ഒരാൾ, പിന്നെ 1 കൊല്ലം, ഇനിയൊരു മാസം കൂടി കിട്ടിയെങ്കിൽ വേറെ ആൾക്കാരും ഇരുത്തിയാനാ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. 8 കോടി 20 ലക്ഷം രൂപയില്ല വെറുതെ ലാപ്സ് ആയി കളഞ്ഞ നാടിന് വേണ്ടി ചെയ്യേണ്ട കാശുകൾ. നമ്മുടെ ബൈപ്പാസ് റോഡ് നോക്കിയേ, എത്ര കടകൾ അടച്ചുപോയി. കടകൾ പോട്ടെ, അവരുള്ള സ്റ്റാഫുകളുടെ കുടുംബം ഇതൊക്കെ എങ്ങനെയാണ് പോകണമെന്ന് ഇവർക്ക് വല്ല അറിയണ്ട. ഇപ്പോൾ ഇവരെന്തിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതാവ് BJP വിമുക്ത കേരളം അല്ലെങ്കിൽ BJP വിമുക്ത ഇരിഞ്ഞാലൂടെ ഉണ്ടാവണമെന്നാണ്. അല്ലാണ്ട് വികസനത്തിൻ്റെ കാര്യമല്ല എപ്പോഴും പറയണേ. പദ്ധതി എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടുക്കും. കാരണം തോടുകൾ ക്ലീൻ ചെയ്യണം. ഈ പുല്ലുകൾ കാട് എത്ര പിള്ളേരുകൾ ഇവിടെ നടക്കണു.
അതുപോലെ പാമ്പുകൾ, ഇതൊക്കെ പട്ടികൾ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വൃത്തിമെടുപ്പാണ് എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി. അതിനുശേഷം വെള്ളം, ലൈറ്റ്, ഇവർക്കുള്ള കുടിവെള്ളം, സെപ്റ്റിക് ടാങ്ക്. പിന്നെ ഇതിൻ്റെ ഇവർക്ക് ഇപ്പോൾ ചില വീടുകളൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഞാൻ കണ്ടു, നമുക്ക് സങ്കടം വരും. വീഴാറായിട്ട് നിൽക്കണേ പറ്റണില്ല. വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നിങ്ങൾ മുകളിൽ നോക്കിയ ടാങ്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ സമ്മാനം കൊടുക്കുമ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടണ്ടേ, തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അവർ. അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റം ഞാൻ ഷുവറായിട്ട് ഞങ്ങൾ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരസഭയുടെ ഒരു വികസനം, അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 25 കൊല്ലമായിട്ട് ഒരു തുടർ ഭരണമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ വന്നേക്കുന്നുണ്ട്. ഈ തുടർ ഭരണത്തിൽ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മുടെ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇതുകളും കറക്റ്റായി കൊണ്ടുപോകാൻ പറ്റാറുണ്ട്, നമുക്കത് തുടർന്ന് ചെയ്യാൻ പറ്റാറുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെക്കുറിച്ച് തുടർന്ന് ചെയ്തു പോകാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ നഗരസഭ 5 കൊല്ലം തുറന്നോളും ഇതുകൾ ചെയ്യാണ്ട് താഴത്തേക്ക് വരുന്നത്, വികസനങ്ങളും കാര്യങ്ങളൊക്കെ താഴത്തേക്കാണ് പോകുന്നത്. അതാണ് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ LDF ഗവൺമെൻറ്റിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു നഗരസഭയ്ക്ക് ഒരു വികസനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കുറേ ഫണ്ടുകളും നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് നമുക്ക് വരുന്ന ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. സംസ്ഥാന രാഷ്ട്രീയങ്ങളും കൂടുതലായിട്ട് വരണമെന്ന് അങ്ങനതായിട്ട് വരുന്നില്ല, എന്നാലും നമ്മുടെ ഗവൺമെൻറ്റിനാണല്ലോ അത് ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫണ്ടുകൾ ഇപ്പോൾ ഇവിടെ വിനിയോഗിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിന്ദു ടീച്ചർ പല ഫണ്ടുകളും ഇവിടെ ലാപ്സായി പോയിട്ടുണ്ട്. പലതും ഈ ഗവൺമെൻറ് ചെയ്തിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി നഗരസഭയിൽ ഭരിക്കുന്ന കോൺഗ്രസ് UDF ചെയ്തിട്ടില്ല. അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഇതുകൾ കൂടുതലുണ്ടാവും. നമ്മുടെ ഇതാവുമ്പോൾ 5 വർഷത്തെ നഗരസഭ ഭരണം വളരെ മോശമാണെന്നല്ല നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള റോഡുകൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ മൂന്നുപിടിയ ഇത് ചന്തക്കുന്ന് റോഡ്, പോട്ട ഡാണാവ് റോഡ്, അങ്ങനെയുള്ള നമ്മുടെ ഇതോടെ റോഡുകളൊക്കെ എങ്ങനെ കിടക്കുന്നത്. നഗരസഭയുടെ ഉള്ളിലെ റോഡുകളൊന്നും നോക്കി നമ്മൾ ഏത് റോഡിൽ കൂടെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉള്ളത് ഒരു ഇതായിട്ട് പോകാൻ പറ്റുന്ന നല്ല റോഡുകളുണ്ടാക്കും. എല്ലാ റോഡും മോശമായിട്ടല്ലേ, മറ്റുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ പോകുന്നത്. എല്ലാ ഒരു കാര്യങ്ങളും ഷീ ലോഡ്ജ് അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കിടക്കല്ലേ. നമ്മുടെ മൈതാനത്തിന് തന്നെ ഇപ്പോൾ മന്ത്രി ബിന്ദു ടീച്ചർ പറഞ്ഞാണെന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു ഫണ്ട് മാറ്റി വയ്ക്കാൻ തയ്യാറാണ്, നഗരസഭ അത് ഉപയോഗിക്കുകയാണെങ്കിൽ മൈതാനത്തിനൊരു മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ് ബിന്ദു ടീച്ചർ പറഞ്ഞേക്കണേ. അതൊക്കെ ഇത് തയ്യാറായി വരണം എന്നുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ LDF ഗവൺമെൻറ് കയറി തന്നെ നമ്മുടെ ഒരു പാനൽ LDFൻ്റെ പാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരിഞ്ഞാലക്കുട ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നമുക്ക് ഈ വാർഡിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് വരണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്താണ്. ഇവർക്കാണ് കൂടുതൽ വിഷയങ്ങളുള്ളത്. ബാക്കി ഇത്തിരി കൂടി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് MLA ഫണ്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കാമെന്നാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. തകർന്ന റോഡുകളാണ് ഏറ്റവും കൂടുതൽ, പിന്നെ വെളിച്ചം, അതുകൂടാണ്ട് തന്നെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. സാഹചര്യം തലേ ദിവസം വരെ ഞാനായിരുന്നു ഈ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിരുന്നത്. പിറ്റേ ദിവസം മൈക്ക് അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പേര് വേറെയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി തന്നെ പറയുന്നു, വാർഡിലെ ജനങ്ങളുടെ വികാരം, വാർഡിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ റോഡുകൾ, തകർന്ന റോഡുകൾ, അതായത് ഒരു സാധാരണക്കാരന് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥ, കാൽനട യാത്രക്കാരന് നടക്കാൻ പറ്റാത്ത അവസ്ഥ, 2 വീലറിലായാലും നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്, അത് ചെറിയൊരു ബൾബ് ഇട്ടാൽ പോലും വെളിച്ചം ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ എന്താ പറയുക, കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട്, പക്ഷെ അധികം സമയമില്ല. ഇത് നടന്ന് നമ്മളതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ വന്നാൽ അതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ